നമസ്കാരം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം കേരളത്തിലെ പകുതി ജില്ലകളോളം വിധി എഴുതി കഴിഞ്ഞു. ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ കാണാൻ കഴിഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അതിനേക്കാളൊക്കെ വീറും വാശിയുമുള്ള ഒരു പ്രചരണം അടിത്തട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരിക്കലും ദേശീയ വിഷയങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന വിഷയങ്ങളോ മാത്രമല്ല. അതെല്ലാം ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും പ്രത്യേകതയുണ്ട്. നമ്മുടെ പഞ്ചായത്തിലായാലും നമ്മൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത് ഏത് പാർട്ടിയുടെ ആയാലും 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതായിരിക്കും. നമ്മുടെ അയലത്തുകാരോ നമ്മളുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരെയാണ് എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളായിട്ട് നമ്മുടെ വാർഡുകളിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെയും അറിയാം. അത്തരത്തിൽ ജനങ്ങളുമായി അത്തരത്തിൽ ആ വോട്ടർമാരുമായി അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും തെരഞ്ഞെടുപ്പ് അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അങ്ങനെയും ഒരു ഇതുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേരെ മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അത്തരത്തിൽ അവിടുത്തെ വോട്ടർമാരെ എല്ലാം നേരിട്ടറിയാവുന്നവരായിരിക്കില്ല നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിൽ ഒരാളാണ് നമ്മളുടെ അടുത്ത് തന്നെ ഉള്ളവരായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അവരെ നമുക്കും അറിയാം, നമ്മളെ അവർക്കും അറിയാം. അങ്ങനെയൊക്കെ നമ്മൾ അടുത്ത വ്യക്തിബന്ധവും സൗഹൃദവും ഒക്കെ ഉള്ളവരായിരിക്കും എല്ലാ പാർട്ടിയിലും മിക്ക പാർട്ടിയിലും സ്ഥാനാർത്ഥികളായിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. കാരണം മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കാണാത്ത തരത്തിലുള്ള അടിത്തട്ടിൽ ഓരോ വീടുകളും കയറി ഇറങ്ങി സ്ഥാനാർത്ഥികളെല്ലാവരും ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ജനങ്ങളുമായി നേരിട്ട് കണ്ട് ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് ജനങ്ങളോട് വോട്ട് ചോദിച്ച് പോകുന്ന ഒരു രീതിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. ഇത്തവണ മുൻവർഷ തെരഞ്ഞെടുപ്പുകളെക്കാളും കാലാവസ്ഥ ഒരു അനുകൂല ഘടകമാണ്. 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല മഴയും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ്. ഇന്ന് പക്ഷേ ഈ പ്രാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ ഒരു കാലാവസ്ഥ നല്ലതായതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായിട്ട് വന്ന് എളുപ്പം വേഗത്തിൽ വോട്ട് ചെയ്യാനൊക്കെ ചെയ്തു പോകുന്ന ഒരു കാഴ്ച അതൊക്കെ ഈ ഒരു കാലാവസ്ഥയുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് യുവതികളും യുവാക്കളുമായിട്ടുള്ള യുവജനങ്ങൾ ജനവിധി തേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എല്ലാ പാർട്ടിയിലും പെട്ട ഒരുപാട് യുവജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അത്തരത്തിൽ യുവജനതയ്ക്ക് പ്രാതിനിധ്യമുള്ള യുവജനതയ്ക്ക് കൂടുതലായിട്ട് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യുവാക്കളും യുവതികളും അടക്കുന്നവർ ഈ നാടിൻ്റെ ജനപ്രതിനിധികളായി മത്സരിക്കുമ്പോൾ അവർ ജയിച്ചു വന്നാൽ ഈ നാടിന് ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. അത്തരത്തിൽ നല്ലൊരു കാര്യമാണ് യുവാക്കൾക്കും യുവതികളും അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയും ഉള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണവും എത്ര വോട്ടുകൾ കിട്ടി അങ്ങനെ കണക്കെടുക്കുന്ന കൂട്ടിയും കിഴിച്ചും കണക്കുകൾ എടുക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും. അത്തരത്തിലായിരിക്കും ഇനി വോട്ടെടുപ്പ് കഴിഞ്ഞ സ്ഥലങ്ങളിലെ പാർട്ടികളുടെ പ്രവർത്തനം. അവർക്കെല്ലാ വോട്ടും അങ്ങനെയൊക്കെ കണക്കുകൾ എടുത്ത് കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും ഇനി വരാനുള്ളത്. 13-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇപ്പോൾ ആ 2 ഘട്ടത്തിലേയും കൂടെ ഒരുമിച്ച് ആണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ പാർട്ടികൾ ഇനിയും ഈ ഒരു മണിക്കൂറുകൾ തൊട്ട് ഇനി അവർക്ക് കിട്ടിയ വോട്ടുകൾ എത്ര എന്നൊക്കെയുള്ള കണക്കുകൾ എടുക്കുന്ന ആ ഒരു തരത്തിലേക്കായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 13-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.